തൊഴിലാളികളിൽ നിന്നും പിരിച്ചെടുത്ത PF ഫണ്ട് തുക അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. 2023 ഓഗസ്റ്റ് മാസം മുതൽ 2025 ഫെബ്രുവരി മാസം വരെയുള്ള കാലയളവിൽ ആർല ഫാമിൽ നിന്ന് വിരമിച്ച തൊഴിലാളികൾ അവരുടെ ശമ്പളത്തിൽ നിന്നും PF-ലേക്ക് അടയ്ക്കേണ്ടുന്ന തുക പിടിച്ചിരുന്നു. ഈ തുക മാനേജ്മെന്റ് PF-ലേക്ക് അടയ്ക്കാത്തതിനെ തുടർന്ന് തൊഴിലാളികൾക്ക് ന്യായമായും PF-ൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഇതുവരെയായും ലഭിച്ചിരുന്നില്ല. പലതവണ വിരമിച്ച തൊഴിലാളികൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയായും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ 13ഓളം വിരമിച്ച തൊഴിലാളികൾ വ്യാഴാഴ്ച ആർല ഫാമിന്റെ മെയിൻ ഓഫീസിൽ എത്തുകയായിരുന്നു. വിവരം തിരക്കിയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന മറുപടിയാണ് ഫാം മാനേജ്മെന്റിന്റെ ആളുകളിൽ നിന്നും ഉണ്ടായത്. ഇതിൽ പ്രകോപിതരായാണ് അക്കൗണ്ട് ഓഫീസറെ തൊഴിലാളികൾ ഉപരോധിച്ചത്. പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എത്തി തൊഴിലാളികളുമായി ചർച്ച നടത്തി. തൊഴിലാളികളായ റോസമ്മ തോട്ടത്തിൽ, ഔസേപ്പച്ചൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. റിട്ടയർമെൻ്റായിട്ട് ഒരു വർഷമായി ഞങ്ങളുടെ PF-ലെ പൈസ EPF-ലെ പൈസ ഇതുവരെ അടച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആ പൈസ അടച്ചാൽ ഇവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് ഈ പൈസ അടച്ചാൽ ഞങ്ങൾക്ക് ആ EPF നിന്ന് പൈസ എടുക്കാനാവുള്ളൂ. അവിടെ അന്വേഷിക്കുമ്പം അവർ പറഞ്ഞു ഇവിടുന്നാണ് ഇത് ചെയ്തു തരേണ്ടതെന്ന്. ഇവർ ഇവിടുന്ന് അടച്ചു എന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം അവർ പിടിച്ചുകൊണ്ട് പോയി. 5 ലക്ഷം അതവിടെ നിലവിൽ എത്തിയിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അത് ആരുടെ പേരില്ല, എന്തെന്നോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത് പൈസ ഓരോ ഈ പോയ 10-12 പേരോളം ഉണ്ട്. അവരുടെ പൈസ ഞങ്ങൾക്ക് ഇവിടുന്ന് അടച്ച് അതിന് ഇവിടുന്ന് റെസീറ്റും കൊടുത്തു കഴിഞ്ഞാൽ അല്ലാണ്ട് അവരൊന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടായി കിട്ടണം. അതിനാണ് ഞങ്ങളിന്ന് പല പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു. അപ്പം 2 ആഴ്ച കഴിയട്ടെ, ഒരു 2 ദിവസം കഴിയട്ടെ, ഇങ്ങനെ പല അവധികൾ വീഴുമെന്ന് പറഞ്ഞു. 46 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോയ ആളാണ്. 13 മാസമായി ഞാൻ ജോലിക്ക് പോയിട്ട് ഇതുവരെ ഒരു പൈസ നമ്മുടെ നടത്തിയിട്ടില്ല. നമ്മുടെ മാസാമാസം നമ്മുടെ PF ആയിട്ട് പിടിച്ച പൈസയല്ല. ആ പൈസ പിടിച്ച് പോയതിൻ്റെ പിറ്റേ മാസം മുതൽ പറഞ്ഞത് ഞങ്ങൾ പൈസ അടച്ചോളാം എന്ന് എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അടച്ചിട്ടില്ല. 13 മാസമായി ഞങ്ങൾ റിട്ടയർഡായിട്ടാണ്. ഇതുവരെ ആ പൈസ അടച്ചിട്ടില്ല. ആർല ഫാമിലെ വിരമിച്ച തൊഴിലാളികൾ ഇവിടെ അക്കൗണ്ട്സ് ഓഫീസറെ ഉപരോധിച്ചിരിക്കുകയാണിപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 മുതൽ ഈ ഫാമിൽ നിന്ന് വിരമിച്ച തൊഴിലാളികളുടെ EPF ആ EPF ഫണ്ട് EPF ഓഫീസിൽ കൃത്യമായി അടയ്ക്കാതെ ഇപ്പോൾ അവർക്ക് EPF-ൽ നിന്ന് പണം പോലും ലഭിക്കാതെ പെൻഷൻ പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ കൈവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 12 തൊഴിലാളികൾ ആണ്. ഇപ്പോൾ 53 തൊഴിലാളികളാണ് പിരിഞ്ഞു പോയത്. ഇപ്പോൾ അതിൽ 12 തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെ വന്ന അക്കൗണ്ട്സ് ഓഫീസറെ ഉപരോധിച്ചിരിക്കുന്നത്. ADM ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. 1-ാം തീയതി അവരുടെ യോഗം വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ന്യായമായും അവർക്ക് EPF-ൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത ഭാഗമായി അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുകയാണ് ഇവിടെ EPF-ൽ കൃത്യമായി അടയ്ക്കാതെ ഇവിടെ അലംഭാവം കാണിച്ചിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി ഈ പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. ആർല ഫാം മെയിൻ ഓഫീസിന് മുമ്പിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. പാല് ട്രെയിലർ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുരം.